ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് എന്തൊക്കെ ഒഴിവാക്കണം? ഇപ്പോൾ പ്രധാനമായും ഗ്ലാസ്, ലോഹങ്ങൾ, പ്ലാസ്റ്റിക് എന്നിവയും കൂടുതൽ അസിഡിറ്റി അടങ്ങിയ പഴകിയ ഭക്ഷണം. അതിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വേഗത്തിൽ ജീർണിക്കുന്ന മാലിന്യങ്ങളെല്ലാം സംസ്കരിക്കാമെന്ന് പറഞ്ഞെങ്കിലും പ്ലാന്റിൽ നിന്നും ഒഴിവാക്കേണ്ട വസ്തുക്കളിൽ പഴകിയ ഭക്ഷണാവശിഷ്ടം, അതായത് പിക്കിൾസിൻ്റെ അവശിഷ്ടം, പുളിച്ച മാവ്, ഇത്തരത്തിലുള്ള അസിഡിറ്റി രൂപപ്പെട്ട ജൈവാവശിഷ്ടങ്ങൾ പ്ലാന്റിൽ നിക്ഷേപിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നാര് അധികമടങ്ങിയ ജൈവാവശിഷ്ടങ്ങളും ഒഴിവാക്കണം. എന്നാൽ അസിഡിറ്റി കൂടുതലുള്ള പുളിച്ച ജൈവാവശിഷ്ടങ്ങളും നാരടങ്ങിയ ജൈവാവശിഷ്ടങ്ങളും കമ്പോസ്റ്റർ ഗാർഡനിൽ സംസ്കരിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിച്ചാൽ നിരവധി വർഷം കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ച് പാചക ഇന്ധനം സൗജന്യമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സഹായിയായി ബയോഗ്യാസ് പ്ലാന്റുകളെ പ്രവർത്തിപ്പിക്കാൻ കഴിയും.